ആദിമകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. നോക്കിയേ, ആദിമകാലത്ത് ദൈവം ഭൂമിക്ക് എന്ത് ചെയ്തു? ഒരു അടിസ്ഥാനമിട്ടു. അതിനുശേഷം ഈ കാണുന്നതെല്ലാം നോക്കി, ഞാൻ വായിച്ച പോലെ തന്നെ ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ആ അടിസ്ഥാനത്തിന്മേൽ നിന്ന് ഈ കാണുന്നതെല്ലാം ഉണ്ടായി എന്നതുപോലെ ആമേൻ, നാം ഇന്ന് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഒരു കല്ല് പ്രാർത്ഥിച്ചു വയ്ക്കുകയാണ്. അതുമേൽ നിന്ന് അത് പണികൾ ഉയർന്നു വരികയാണ്. ആ ഉയർന്നു വരുന്ന പണികളെല്ലാം ഈ ഭവനത്തിനും ഈ ദേശത്തിനും ഈ കാണുന്ന സമൂഹത്തിനും എല്ലാം ദൈവസഭയ്ക്കും എല്ലാം അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ ഹല്ലേലൂയ ഒരു ഭവനത്തിന് പണി ആരംഭിക്കാൻ പോവുകയാണ്. തുടർന്നുള്ള സാമ്പത്തികമായ നന്മകൾ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്, പ്രായം ചെന്നവരാണ്. ആമേൻ. ഇവരുടെ അവസ്ഥകളെല്ലാം ദൈവസഭയ്ക്കും ദൈവമക്കൾക്കെല്ലാം നല്ലതുപോലെ അറിയുന്നതാണ്. എന്നാൽ വലിയനായ ദൈവം വിശ്വസ്തനാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒന്നിനും ഒരു കുറവിടാതെ വണ്ണം ഹല്ലേലൂയ മുന്നോട്ട് കടന്നു പോകാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. ഇപ്പോൾ വലിച്ചട്ടൻ ഒരു വാക്ക് ചുരുക്കം വാക്കിൽ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയമക്കളുടെ ഭവനത്തിൽ കർത്താവേ, ഇന്ന് കർത്താവെ ഭവനത്തിന്റെ പണിക്ക് കർത്താവെ അടിസ്ഥാനമിടുവാൻ കർത്താവെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. സ്വർഗത്തിലെ പാവണം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ആ ജീവിതം യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കല്ല് ഞാനിവിടെ സ്ഥാപിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ പുനഃനാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ ഇട്ടിരിക്കുന്ന കല്ലുമേൽ ഹല്ലേലൂയ തുടർന്നുള്ള കല്ലുകളെല്ലാം പണിത് എത്രയും വേഗം ഒരു മനോഹരമായ ഭവനമായി തീർന്ന് ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ സഭയാം കുടുംബമായി ചേർന്ന് ഇവരുടെ മക്കളെല്ലാം ഒരുമിച്ച് ചേർന്ന് കർത്താവെ പാടി ആരാധിച്ച് സന്തോഷിച്ച് എൻ്റെ കർത്താവിന് മാത്രം അർപ്പിക്കുവാൻ വലിയനായ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ജോസനും കുടുംബത്തെയും കർത്താവിന്റെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കടന്നു വന്ന് സഹകരിച്ച ദൈവമക്കളെല്ലാവരും കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരും കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് എല്ലാവരോടും നാം പ്രാർത്ഥിച്ച വിഷയത്തോടും ഈ ഭവനത്തിന്റെ പണിയോടും ബന്ധത്തിലെല്ലാം ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.